അച്ഛാ ചായ. ചേട്ടാ ആരാണെന്ന് നോക്കുമോളെ. രാവിലെ തന്നെ രമേശേട്ടൻ. ആ ചേട്ടന്മാരെ എനിട്ടിട്ടില്ലേ നോക്കട്ടെ. നിന്നെ കാണാര വന്നേക്കണ്. നിന്റെ അപ്പൻ വേണമെങ്കിൽ പോയി നോക്കിക്കോ. അപ്പനേക്ക് എന്നും കാണുന്ന പിന്നെ വരാൻ പറ. നീ വേണമെങ്കിൽ പോയി നോക്കിക്കോ, ഞാൻ പോവാ. ഇവള് എന്ത് കഷ്ടാണ്. എന്റെ പണിക്കൂടെ എന്നെ പട്ടിണി കിടാതെ. നീയായിരുന്ന കേറിയാടാ. രമേശ, ഇതാരാടാ? എവിടുന്നാ? അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒരു ബോംബിടാൻ വേണ്ടി വന്നതാ. ആഹാ, തെറ്റുപറ്റിയത് എനിക്കാടാ. ബോംബ് വെക്കേണ്ടത് അഫ്ഗാനിസ്ഥാനിലല്ല, നിന്റെയൊക്കെ മൂട്ടില. തിന്നാനും തൂറാനും മാത്രം ജനിച്ച കുറെ യന്ത്രങ്ങള്, എംബോക്കികള്. നീ ഇരിക്കും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കാപ്പി ആയടി? എനിക്കൊരു ചായ മതി. ചായ കാപ്പി നേരം വിളിക്കുമ്പോ ഇവനൊക്കെ തുടങ്ങും. അമ്മ ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് നടു ഓടിയിരുന്നത് ആരും അറിയണില്ല. ഒരു പെൺകുട്ടിയുള്ളതിന് കല്യാണം കഴിച്ച് കൊടുക്കാറേ വല്ല വിചാരമുണ്ടോ അപ്പനും മക്കൾക്കൊക്കെ? നീ അത് കാര്യാക്കണ്ട. ഇവിടുത്തെ പണിയെടുത്തിന്റെ നടു ഒടിഞ്ഞു. നിനക്കിപ്പോ സമാധാനായല്ലോ. കാലത്തന്നെ തളരെ വായിരിക്കും ഇത് കേട്ടപ്പോ. ഇതാരടാ? ഇതെന്റെ കൂട്ടുകാരനാ. ഞാൻ പറഞ്ഞില്ലേ പണ്ട് എറണാകുളത്ത് പണിക്ക് പോകുമ്പോ. ഓ, നിന്റെ പഴയ തല. നമസ്കാരം. ബാക്കിപ്പോ എന്താ പണി? സ്വർണ്ണപ്പണിയായിരുന്നു, ഇപ്പൊ പണിയൊന്നുമില്ല. അപ്പൊ നീ ഇന്നലെ പെയിന്റ് പണി വിട്ടാ? കൊറേ പണി ചെയ്തു, ഒന്നും ക്ലച്ച് പിടിച്ചില്ല. ഇതാ ഞങ്ങള് പണിക്ക് പോകാത്ത, ഒന്നും ക്ലച്ച് പിടിക്കില്ല. അപ്പൊ ഓക്കെയാ. അപ്പൊ ബായി ഇവിടെ ശോഭിക്കും. ബാക്കി പറ്റിയ സ്ഥല. കേട്ടിക്കോ. 4 പശുവുള്ള വീടാ. കൊള്ളാം. ഇതന്നെ ഭാഗ്യ. നീ വേറെ പണിയൊന്നും പിന്നെ നോക്കിയില്ലേ? നമുക്ക് ഫാമിൽ പോണ്ടേ? ഇപ്പൊ തന്നെ നേരം വൈകി. അത് ശരിയാ. ആഹാ, നിങ്ങള് ഫാമൊക്കെ തുടങ്ങിയോ? വാ. നീ ഒരു കാര്യം ചെയ്യ്, വായും കൊണ്ട് അങ്ങ് വന്നേര്, ഞാനങ്ങ് വന്നേക്കാം. ശരിയാ, നീ യാത്രയിൽ ക്ഷീണിച്ചു വന്നല്ലേ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. പുട്ടായാവോ? പണിയെടുത്ത് എന്റെ മോൾ അങ്ങ് ക്ഷീണിച്ചു പോയി. അതെ, എന്നെ നോക്കാതെ നമ്മുടെ മോളുടെ കാര്യം നോക്ക്. തീ ഒന്ന് കെട്ടിയിടുന്ന ഇതൊന്ന് നോക്കാൻ ഇവിടെ ഒരാളുണ്ടോ? ഉച്ചയ്ക്ക് ഉണ്ണ ഇപ്പൊ എല്ലാരും ഇങ്ങോട്ട് വരുമല്ലോ. എല്ലാ കഷ്ടപ്പാടും എനിക്ക് മാത്രം. ഇവിടുള്ള 2-3 എണ്ണത്തിനേക്കാളും ഭേദം എന്റെ പൈക്കള. അച്ഛന് പണിക്കൊന്നും പോയില്ലേ? വേണ്ടായിരുന്നു. നീ കാര്യാക്കണ്ട. ഇവിടെ ഇങ്ങനെയാ. പ്ലേറ്റ്. ഇതേതാ ഈ പുതിയ ആള്? എന്റെ കൂട്ടുകാരനാ. ഇവിടെയുള്ളവന്മാരൊന്നും പോരാഞ്ഞിട്ടായിരിക്കും പുതിയൊരു ഇറക്കുമതി. മോൻ പുട്ട് തിന്ന്, പപ്പടം എടുത്തു കൊടുക്ക്. പപ്പടം ആഹാ, നല്ലോണം കേറ്റിക്കോ. തടി അങ്ങോട്ട് വെക്കട്ടെ. പറമ്പിൽ പോയി കള്ളുടിക്കാനുള്ളതല്ലേ. ഓടനും വീടിനും ഒരു ഉപകാരമില്ലാത്ത 4-4 എണ്ണം. അത് കാര്യാക്കണ്ട, ശീലായി. നല്ല അധ്വാനത്തിനാണല്ലോ. കുഴപ്പമില്ല. നല്ല ബെസ്റ്റ് ഫാമിലി. നിങ്ങളിനി മിണ്ടരുത്. അപ്പോ ഇതാണ് നിങ്ങളുടെ ഫാം? അതെ, 500 ആടുണ്ടായിരുന്നാണ്. പാട് കിടന്നിടത്ത് കാട്ടം പോലും ഇല്ല. കോപ്പില ഫാം. അല്ല ബാക്കി പിന്നെ വേറെ പണിയൊന്നും സെറ്റായില്ലേ? ഒരു പരിപാടി ഉണ്ട്, അത് പറയാൻ വേണ്ടിട്ടാ ഞാൻ ചേട്ടൻ്റെ അടുത്തോട്ട് വന്നത്. ഒരു കാര്യമില്ലാതെ നീ എന്നെ കാണാൻ വരില്ലെന്ന് എനിക്കറിയാം. എന്താ കോള്? കാര്യം പറ. അത് വല്ല പണിക്ക് പോണ കാര്യം വേണ്ട. ആ രഘുവല്ലേ തല്ലാൻ വന്നടാ. എന്തിനാടാ? എന്താ പ്രശ്നം? കാശില്ലാതെ സാധനം തരില്ല എന്ന്. നീ എന്താ പറഞ്ഞ? ഞാൻ മുണ്ടുപൊക്കി കാണിച്ചതേ സാധനം അതല്ലെന്ന്. വാറ്റ് നല്ല സ്വയം സാധനം. നീ ഒഴുക്കി ബായി പറഞ്ഞ
സംഭവം ഒരു കിഡ്നാപ്പിംഗ് ആണ്. അതെന്താ സംഭവം? മിണ്ടായില്ല. കിഡ്നാപ്പ് നിനക്ക് വല്ല ഭ്രാന്തുണ്ടാ? അല്ല, കുറച്ച് കാശ് തടയുന്ന ഏർപ്പാടാ ചേട്ടാ. അതൊന്നും ശരിയാവൂല. അതൊക്കെ ഭയങ്കര റിസ്ക് പിടിച്ച ഏർപ്പാടാ. ഏയ് വേണ്ട വേണ്ട, വല്ല പോലീസ് പിടിച്ചേക്കണ്ടല്ലോ. ഞാൻ അതുകൂടി ബാക്കിയുള്ളൂ. ആ ശരിയാ. അതൊന്നും പറ്റില്ല, ശരിയാവൂല, വിട്ടളാ. അല്ല, നിങ്ങൾ പറയുന്ന കാര്യമൊക്കെ മനസ്സിലായി. എന്താണ് കിഡ്നാപ്പ്? എടാ മണ്ട, കിഡ്നാപ്പ് കിഡ്നാപ്പ്. ഓ അതായിരുന്നു. അതല്ലേടാ മണ്ട ഞാൻ ചോദിക്കുന്നത്, എന്താണ് ഈ കിഡ്നാപ്പ്? പോടാ പോടാ പോയേ. ഈ മണ്ടനെ കൊണ്ട് തോറ്റു. ചേട്ടാ, ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഒരു സ്ഥലത്തെത്തിക്കണം. എന്ത് കിട്ടും? അറിഞ്ഞിട്ടെന്തിനാ? അല്ല, കേട്ടപ്പോ ഒരു ഇൻട്രസ്റ്റ്. മിണ്ടാടുന്ന കഞ്ചാവ് കൃഷി നടത്തുന്ന സേട്ടുവിനെ ഒറ്റിക്കൊടുത്ത ആളുടെ മോള. കൊച്ചിനെ എത്തിച്ച സംഗതികളെ ജോലിയൊക്കെ ഞാൻ കുറേ നോക്കി, ഒന്നും സെറ്റാകുന്നില്ല. പിന്നെ പെങ്ങന്മാരും പ്രാരാബ്ദങ്ങളും. ശരിക്കും ആത്മഹത്യയുടെ വക്കില ഇപ്പം ഞാൻ. വീണ് കിട്ടിയ അവസരമാണ് ചേട്ടാ ഇത്. അതുകൊണ്ടാണ് ചേട്ടനെ തമ്മി വന്നേ. രാവിലെ തന്നെ നീ എവിടെ തണ്ടാൻ ഇറങ്ങിയതാ? റേഷൻ കട പോയ നീയാ? ഉച്ചയ്ക്ക് വന്നിരിക്കട്ടാ, പുഴുങ്ങി തരാം ഞാൻ. എടാ, ഈ പെരട്ടത്തള്ളാൻ കൊണ്ട് തോറ്റല്ലോ. നീ അത് വിട്. എടാ, കിഡ്നാപ്പ് എന്ന് പറഞ്ഞ ഭയങ്കര സംഭവമാണ്. അത് റിസ്ക്കാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യം റിസ്ക് എടുക്കണ്ടേ? അതെ. നമുക്കൊരു കൈ നോക്കാടാ. അതല്ലടാ ഉമ്മറേ. എടാ, നമ്മൾ എങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ആലോചിച്ചിട്ട് ഇരിക്കല്ലായിരുന്നു. ഇതിപ്പോ ദൈവമായിട്ട് കൊണ്ടുത്തുന്ന വഴിയാ. നമുക്ക് കുറച്ച് പൈസ കിട്ടും, അവന്റെ കാര്യം നടക്കും. ബായി പറ, എത്ര കിട്ടും? 50 ലക്ഷം. 50? എവിടെ എത്തിക്കണം? മരുതമ്പാറ. തമിഴ്നാട് ബോർഡറാ. അവരവിടെ ഉണ്ട്. റോഡ് വഴി നമുക്ക് പോകാൻ പറ്റില്ല, വേറെ ഏതെങ്കിലും വഴി പോകണം. ആ വഴി നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷെ അങ്ങനെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയ സ്ഥലമല്ല അത്. കാടും മലയൊക്കെ കയറണം. നമുക്ക് ആരെങ്കിലും കൂട്ടാം. ആരെ കൂട്ടും? നമുക്ക് ശിവേട്ടനെ കൂട്ടിയാലോ? എങ്ങനെ? അതാരാ? ആ തമിഴണ്ണ, അയാളൊന്നും വേണ്ട. തമിഴനാണെങ്കിലും ആള് സ്ട്രോങ്ങാ. അവൻ പറഞ്ഞാലും കാര്യമുണ്ട്. നമ്മളവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ നോക്കിക്കോളൂ. പിന്നെ അയാളെ നമ്പാനാണ് പാട്. അല്ല, അയാൾ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോരെ, ആളെ കൂട്ടണോ? കുറച്ചൊക്കെ ഉടായ്പുണ്ടെങ്കിലും ആൾ ഓക്കെ. എല്ലാ 2 നമ്പർ പണിയുണ്ട് ആൾക്ക്. എന്തായാലും നമുക്കിനി അധികം സമയമില്ല. ആളെവിടെ ഉണ്ടാവും? ഞാൻ സാധനം മാറ്റിട്ട് വരുമ്പോ ശിവേട്ടൻ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്നാ വാ, നമുക്ക് പോവാം. ഉണ്ടാക്കിയിട്ട് നീ ഇനി വാട്ടണ്ട.
തരാമ എപ്പോഴാ ഓടാ. யாடா நீ ഞാൻ ഇവരുടെ കൂടെ വന്നതാ. உனக்கு தெரியுமா யாரை அடிச்சேன்னு வீட்டுக்கு ஒரு செய்யாம பாத்துக்கோ. അയാള് തല്ലിയല്ലേ നമ്മുടെ വീട്ടിൽ കയറി എന്തിനാ ചെയ്യണേ? ആ ചെയ്യുമ്പോ അറിയാം. നീ എന്തിനാ അയാളെ തല്ലാൻ പോയെ? അത് ഞാൻ ബെസ്റ്റ്. ചേട്ടൻ എന്താ അയാളുടെ കാര്യം പറയാഞ്ഞേ? അത് അയാളുടെ മൂടിപ്പോൾ ശരിയല്ല. നമുക്ക് പിന്നെ പറയാം. ഒരു വഴിയുണ്ട്. ശിവേട്ടാ, ശിവേട്ടോ, ശിവേട്ടാ. என்னடா அது ரகுவுக்குள்ள கொட்டேஷனா? വലിഞ്ചു കയറി വന്നവരല്ലേ, ഇറന്ത് മേടിച്ചോ. അതല്ല ശിവേട്ടാ, ചേട്ടനെ കൊണ്ട് ഞങ്ങൾക്കൊരു കാര്യമുണ്ട്. ചൊല്ലേ. ഞങ്ങളുടെ കയ്യിലൊരു വിഗ്രഹമുണ്ട്. അത് ഞങ്ങൾക്ക് മരുതമ്പാറിൽ എത്തിക്കണം. ശിവേട്ടൻ വിചാരിച്ച കാര്യം നടക്കും. റോഡ് വഴിയാണെങ്കിൽ പോകാനും പറ്റില്ല. ദേ അതെട് പോടാ. ശിവേട്ട ഒരു അത്യാവശ്യം ആയതുകൊണ്ടാ. ഒന്ന് സഹായിക്കും ശിവേട്ട. டேய் பொட்ட பசங்களா, இது உங்கள மாதிரி சின்ன பசங்க வேலையில்ல, ரொம்ப ரிஸ்கானது. போடா. ശിവേട്ടാ, അത്യാവശ്യം ആയതുകൊണ്ട് ശിവേട്ട. അത്യാവശ്യം இருந்தா അത് எனக்கு കൊടുത്തിട്. അയ്യോ, അതൊന്നും പറ്റില്ല. എന്താ? ഇവൻ யாரடா? എന്റെ കൂട്ടുകാരനേട്ടാ. ഉന്ന കാലയില് പാത്തവൻ താനേ. ശിവേട്ട, അത് വേറെ ആളുടെ സാധനമാണ്. ഞങ്ങള് വില പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചിരിക്കുക. അത് ഞങ്ങളവിടെ എത്തിച്ചാ ഞങ്ങൾക്ക് കുറച്ച് കമ്മീഷൻ കിട്ടും. അതാ നിവൃത്തികളുണ്ട് ചേട്ടാ, സഹായിക്കണം. എവ്വളോ? 50 ലക്ഷം കിട്ടും. ஏஜென்ட் பைசா 50 ஓகே தான். ஆனா எனக்கு 50 வேணும். അല്ല അത് പിന്നെ ஓகேவா? ശിവണ 50-50 ശരിയാകാതെ ഒരു 80-20 പോതുമാ. டேய் உனக்கு 20 போதுமோ? അതല്ല, ശിവണന് 20. ஆமாடா. എണ്ണ என்ன போடா. 50-50 ஓகேன்னா சொல்லு. எல்லா ரிஸ்க்கும் என்னோடது, இல்லைன்னா விடு. அண்ணனுக்கு தூங்குறதுக்கு டைம் ஆச்சுல. ഫുൾ റിസ്ക് ചേട്ടൻ എടുത്താ 50-50 ഓക്കെ. எவன் சூப்பர் வச்சுக்கிறேன். ஆமா, வண்டி இருக்கா? വണ്ടി അത് ഇല്ല. അത് பெரிய டர்றங்க, வண்டி இல்ல குண்டி இல்ல. போட. ஆமா, இங்க இருந்து இஞ்சங்கண்டம் 60 கிலோமீட்டர் வண்டியில தான் போனோம். அங்க ஏதாச்சும் பிரச்சனை இருந்தா நான் பாத்துக்கிறேன். புரியுதா? அங்க என் ஃப்ரெண்டோட எஸ்டேட் இருக்கு. எஸ்டேட்டுக்கு அப்புறம் ஓ மருதமலை. ஓகே, நாளைக்கு ஈவினிங் போலாமா? இஞ்சங்கண்ட என் ஃப்ரெண்டோட ரிசார்ட் இருக்கு. அங்க தங்கி காலையில போலாம். அது இருக்கட்டும், பொருளங்கடா അത് ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചിട്ടുണ്ട്. எங்க வைக்கலாம்ல? വെച്ചാലും நிம்மதியா போய் தூங்கு. പാണ്ടിക്ക് ഒറ്റയ്ക്ക് വിഴുങ്ങാനുള്ള പരിപാടിയാ. ஆமா, சரி சரி, போ போடா. അല്ല ബായി ഇതിന് 50-50 സമ്മതിക്കാൻ പോയേ? നിങ്ങളല്ലേ പറഞ്ഞേ ശിവേട്ടനില്ലാതെ പോകാൻ പറ്റില്ലെന്ന്? അതല്ലേ ഞാനങ്ങനെ പറഞ്ഞേ. എങ്ങനെയല്ല ഇതൊന്ന് അവസാനിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. നീ ഇന്നലെ 50 ലക്ഷം എന്ന് പറഞ്ഞേ, 20 ലക്ഷം എന്ന് പറഞ്ഞാൽ പോരാ.
എടാ പൊട്ട നിനക്ക് തമിഴ്ന്ന് അറിയാൻ പാടില്ല. അവൾ അഗ്ര കണ്ണിനാ. അതിന്റെ വിലയൊക്കെ അയാൾക്ക് അറിയാൻ പറ്റും. അതൊക്കെ പോട്ടെ, കൊണ്ടുപോകാനൊരു വണ്ടി വേണ്ടേ? വണ്ടി അതെ, എന്ത് ചെയ്യും? അതെന്നില്ലടാ ഞാനും പറഞ്ഞേ. ഡാ, നമുക്ക് ആ മണ്ടൻ ക്രിസ്റ്റിയെ വിളിച്ചാലോ? അതാരാ? അതാ പിസ്കമരിതിന്റെ മോനല്ലേ? എടാ അവൻ മണ്ടനൊന്നുമല്ല, ആള് പാവ. അവന്റെ അമ്മയുടെ സ്വഭാവ ഒന്ന് പൊക്കി വിട്ടാ മതി, കാര്യം നടക്കും. രമേശേട്ടാ, ഈ ആള് കൂടി കഴിഞ്ഞാ പണി പാളോ? ഈ പൈസ കിട്ടിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളതാ. അതിനവന് ഷെയറൊന്നും കൊടുക്കണ്ട, പൂത്ത കാശാ. പക്ഷെ അവന്റെ അപ്പം ചാവണം. വണ്ടി അവിടെ ചെന്ന് കിട്ടും, പക്ഷെ നമുക്ക് വിശ്വസിച്ച് കൊണ്ടാൻ പറ്റിയ ആള് വേണ്ടേ? അതാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്. ബായ് സാമാവനായിട്ട് ഇരിക്കി, എല്ലാം നടക്കും. നീ ടെൻഷൻ അടിക്കാതിരിക്കേ, എല്ലാം ശരിയാവും. അതിനല്ലേ ഞാനും പറഞ്ഞെല്ലാം ശരിയാവുന്നു. പവർ കട്ടാ. കറണ്ട് കാശ് നീയൊക്കെ കൊടുക്കോ? അവന്റെ ഒരു വട്ടമേശ സമ്മേളനം. കട്ടടാ കുഞ്ഞമ്മ കട്ട. ഇച്ചിരി കാശ് കിട്ടട്ടെ. ഈ ഡീലൊന്ന് കഴിഞ്ഞിട്ട് വേണം ഈ പരട്ട തലയുടെ തലയിൽ ഇച്ചിരി കറണ്ട് അടുപ്പിക്കാൻ. കുഞ്ഞമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാൻ പാടില്ലേ? പഠിച്ചോനെ, ക്രിസ്റ്റി ഒന്ന് സമ്മതിച്ചാ മതിയായിരുന്നു. നടക്കില്ല, സമ്മതിക്കില്ല. എടാ, അത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്റെ അപ്പനെ? ഇടുന്നേ വാ. അതൊക്കെ ബ്രോ ശരിയാക്കി. ശരിയാവില്ലേ ബ്രോ? ബ്രോ അപ്പനോട് സംസാരിച്ചു നോക്ക്, അപ്പ അറിയാലോ. സമ്മതിക്കില്ല. എടാ നീ വിചാരിച്ച നടക്കാവുന്ന കാര്യമുള്ളൂ. എന്റെ ബ്രോ നടക്കില്ല. ഡാ, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ, അപ്പൊ എന്തായിരുന്നു? ക്രിസ്റ്റി ആനയാണ്, കുതിരയാണ്, ക്രിസ്റ്റി കോപ്പ്. നിങ്ങൾ പറഞ്ഞോ, ഞാൻ പോവാ. ഇവൻ നീ പിന്നെ എടുക്ക്. എനിക്കൊന്നും പറ്റില്ല. സമ്മതിക്കും. ബ്രോ എത്ര സെറ്റപ്പുള്ള വേറെ ആരോളോടാ? നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലല്ല, തമിഴ്നാടല്ല കാടല്ല, നമ്മൾ എവറസ്റ്റ് വരെ കീഴടക്കും. പിന്നെ അല്ല. നിങ്ങൾക്ക് ഇപ്പൊ ഏത് വണ്ടി വേണ്ടേ? അതെ, ഒമിനി മതി. ഒമിനിയ? ആ, അയ്യേ, അതെടാ, ഇത്തരം കാര്യങ്ങൾക്ക് ഒമിനിയാ നല്ലത്. ജാതി മൂടാ ഇല്ലടാ. എത്തരം കാര്യങ്ങൾക്ക്? അല്ല, ഈ തട്ടി തട്ടിയാ? അല്ല, ഈ കാറ്റൊക്കെ തട്ടിപ്പോണ കാര്യമാണ് അവൻ ഉദ്ദേശിച്ചത്. എടാ നീ പോയി വേഗം വണ്ടി എടുത്തോണ്ട് വാ, നമുക്ക് പോകണ്ടേ? ആദ്യം ഒന്ന് പാക്ക് ചെയ്യട്ടെ. സമാധാനം ആയല്ലോ. ഇതാ ഞങ്ങൾ ഒരു പണിക്ക് പോകാത്ത. എന്തെങ്കിലും പണിക്ക് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ടെൻഷനാ. രമേശേട്ടാ, ആള് കൂടിയ പ്രശ്നമാവോ? നീ ഒന്നും മിണ്ടായിരുന്നേ, ഞാൻ ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചോട്ടെ. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാം. ആ, അത് പറ. നീ എത്ര നാളായി കുളിച്ചിട്ട്? ആ, നീ വിളിച്ചിട്ട് എത്ര ആളായി? ഇതൊക്കെ ആരോർത്തിരിക്കുന്നു. നമ്മ ഉണ്ടായിരിക്കും. എന്തിനാണ് നിർത്തിയേ? ഇവൻ എന്തായി കാണിക്കുന്നത്? എന്താ ഇതെന്താണ് ബ്രോ ഇത്? നിങ്ങൾ എന്ത് തെണ്ടി കാണിക്കണത്? ഇതേതാണ് ഈ കുട്ടി? പ്രശ്നമാണ്, നീ വണ്ടി എടുക്ക്. എന്ത് പ്രശ്നം? പോലീസ് അറിഞ്ഞാൽ അതിനേക്കാളും വലിയ പ്രശ്നം. ഇവനെ പോലീസ് അറിഞ്ഞാൽ നിന്നെ പൊക്കും, നിന്റെ വണ്ടിയെ പൊക്കും. എന്തിന്? നിന്റെ വണ്ടിയല്ല കൊച്ചിനെ കൊണ്ടത്. എടാ, നിങ്ങൾ തല്ലുകൂടി ഈ കുരിപ്പം കാണാൻ എന്നിട്ട് പണി കിട്ടും കേട്ടോ. എടാ, എന്ത് കഷ്ടാണ് നോക്ക്. ഏത് കഷ്ടകാലത്താണ് വരാൻ തോന്നിയത്? പണ്ടാറക്കാലമാര് അതിലൊന്നും എഴുന്നേക്കല്ലടാ. പണി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സൗകര്യമില്ല. തനിക്ക് പറ്റില്ലെങ്കിൽ തയ്യാറി നടന്നു പോയിക്കോളും. താനിതിന് വണ്ടി തല്ലി പൊളിക്കണേ? ഒന്നും ഉണ്ടായിരുന്നോ? ഇൻഷുറൻസ് കോപ്പൊന്നുമില്ലേ? വേണമെങ്കിൽ പിടിച്ചിരുന്നോ? ഒന്ന് അടങ്ങിയിരിക്കണോ? തമിഴിലെല്ലാം കാണാൻ അറിയാം. ഞാൻ നോക്കോളാം. തമിഴിന് കൊണ്ടോടാ മാതാവേ. നീ എന്താ കൊല്ലാൻ കൊണ്ടാണ് പതക്കോടിക്കടാ തെണ്ടി. വീട്ടിൽ വന്നപ്പോ എന്തായിരുന്നു? പമ്പുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. വണ്ടി റിസർവിലാണ്, പെട്രോൾ അടിക്കണം. பம்பருக்கு போதுமா? வந்துட்டேன். பெட்ரோல் இல்லாமல் ஓட்டு கட்டி. டேய், நீ இந்த பிசுக்கம் வரையுதுன்ற മോനല്ല? ആ പറയതിന്റെ അപ്പനാണ്. நினச்ச ஏய் பசங்களா, பொருள் சேஃப் தானா? 50 ലക്ഷം മുതൽ. ഈ എച്ചിക്ക് എപ്പോഴും രക്ഷത്തിന്റെ കണക്കാം. എന്നടാ കുഞ്ഞുണ്ടി? അല്ല, ശിവന സ്ട്രോങ് ആന്ന് പറഞ്ഞതാ.
അല്ല എന്ത് 50 ലക്ഷം? നീ നേരെ നോക്കി വണ്ടി ഓടിക്കി, അതൊക്കെ പിന്നെ പറയാ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് താനൊന്നും മിണ്ടാണ്ടിരുന്നോ? താനന താനാരോ താനന താനാരോ താനന താനാരോ തെയ്യം തെയ്യം താനന താനാരോ തെയ്യം തെയ്യം. താനന താനാരോ താനന താനാരോ താനന താനാരോ തെയ്യം തെയ്യം താനന താനാരോ തെയ്യം തെയ്യം. ദേ പോലീസ്. അയ്യോ ഫോറസ്റ്റാ. ഇതാര് ശിവനാ? എന്താ വണ്ടിയില്? കുറച്ച് വെജിറ്റബിളാ സാറേ. അച്ഛാ കഴിച്ചറാ. കുറച്ച് പച്ചക്കറിയാ സാറേ. ആ ഞാൻ നോക്കട്ടെ. ഹായ് പയറ്. അതിലെന്താടാ? നീ മറ്റേ ചാ കഴിക്കടാ. ഏയ് ഷാറേ കഴിക്ക്. ഷാറേ ഇപ്പൊ കിട്ടും. மலக்கிறது ஐயா. இனி நீ என்ற மூட்டையை பாட்டு அது மலக்கறின்னு உனக்கு போலிப்பேட்டா நீ என்ன கட்டி தரண்டி வரும். உனக்கு சிவனை தெரியும்ல. എന്തടാ നോക്കി പേടിപ്പിക്കണോ? വേഗം നിന്റെ മൂട്ടവന്റെ അടുത്ത് പോടാ. அது நியாயம். പറ്റുമാ? டேய் போல போட்டங்க. നമ്മൾ വിചാരിച്ച പോലല്ല, ആള് പുലിയാണ്. രക്ഷപ്പെട്ടു. അല്ല ആ സാറിന്റെ അടുത്ത് പമ്പ് എവിടെയാന്ന് ചോദിക്കായിരുന്നു. രമേശേട്ടാ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി ഈ പൊട്ടനെ? ஓய் மாதவேட்டா. ശിവനാ? மாதவேட்டா எப்படி இருக்கு? എന്റെ ശിവ, എത്ര നാളായി നിന്നെ കണ്ടിട്ട്. ஆமாய்யா இப்பதான் ஒரு வேலை வந்தது. அப்புறம் இந்த தம்பிங்க எல்லாரும் இன்னைக்கு இங்கத்தான் தங்க போகுது. ஓகேவா? അതിനെന്താ, മക്കള് സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് വെച്ചോ. വീട്ടിലെല്ലാവരും പറഞ്ഞിട്ടല്ലേ പോന്നിട്ടുള്ളത്. അതെന്താ? ഒന്നല്ല, ശിവന്റെ കൂടെ ആയതുകൊണ്ട് ചോദിച്ചതാ. ആ സാധനങ്ങളൊക്കെ ഇറക്കിക്കോ. டேய் നീ ഏതാ? ഞാൻ വീരന്റെ മകനാ. അപ്പാങ്കടാ? അച്ഛന് സുഖമില്ല. അച്ഛൻ്റെ കൂടെയുണ്ട്. അച്ഛൻ പറഞ്ഞയച്ച തന്നെ. ஆமா மறந்துட்டேன். இது வீரனோட புள்ள. கடை பத்தி நல்லா தெரியும். தெரியும்ல? അറിയാം. இவன் நம்ம கூட வரும். புரியுதா? രമേശേട്ടാ ഇതെല്ലാം കൂടെ കുളമാവും. കൊണ്ടുവരൂ. അയാൾ എന്തിനാ
വഴി വണ്ടിയെ ചരിതിക്കുന്നത്? എനിക്ക് ഇയാളുടെ നിപ്പും ഭാവം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എപ്പോ നോക്കിയാലും ഒരു 50 ലക്ഷം. അവന്മാരെന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കാവും. നമ്മളൊന്ന് ശ്രദ്ധിക്കണം. രമേശ് ചേട്ടാ, നിങ്ങളെയൊക്കെ വിശ്വസിച്ച ഞാനൊന്ന് ചെയ്യണം. എൻ്റെ അമ്മയും പെങ്ങളും. നീ ടെൻഷൻ അടിക്കണ്ട, ഞങ്ങളുള്ളപ്പോൾ നിനക്കൊന്നും സംഭവിക്കില്ല. പറ്റിയ ആളെ പറയണേ. ഇയാളെ ഇനി പറഞ്ഞു വിടാനും പറ്റില്ല. ഇയാളെല്ലാം അറിഞ്ഞു. അതിനാ പൊട്ടന്റെ വിചാരം അതിൽ വിഗ്രഹാണെന്നല്ലേ, കുട്ടിയാണെന്ന് അയാൾക്ക് അറിയില്ലല്ലോ. അത് ശരി. അപ്പൊ നിങ്ങൾ അയാളെയും പറ്റിച്ചു. എടാ ക്രിസ്റ്റി, നീ ഒന്നും മിണ്ടായിരുന്നേ, അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അയാൾ കേക്കണ്ട. അയാൾ ഇപ്പൊ കുഴപ്പമില്ല, കാട്ടി കയറുമ്പോൾ അയാളുടെ സ്വഭാവം അറിയാൻ പോണേ. തമ്മിങ്ങളാ തൂങ്ങലയാ? കാലയില് നേരത്തെ പോകണം. ചേട്ടൻ പോയി കിടന്നോ, ഞങ്ങൾ കിടന്നോളാം. ഒന്ന് പോടാ പാണ്ടി. ഏയ് ചോന, നീ അപ്പ മാറി പാടുവിയാ? അസലായിട്ട് പാടുവൻ. നീ ഒരു പാട്ടങ്ങോട്ട് പാടി കൊടുക്കടാ, കേൾക്കട്ടവര്. ഏയ് പാടുറാ. ഡേയ് രമേശാ, പോയി തൂങ്ക്, കാലയില് സീക്രം പോണം. ചേട്ടൻ കിടക്കണില്ലേ? എടാ നീ കിടക്കുന്നില്ലേ? ആടെ അകത്തൊന്നും കിടക്കാം, രാവിലെ പോണ്ടല്ലേ. നീ കിടന്നുറങ്ങാം, അവനെ എവിടെയും കിടന്നോളൂ. ആ ഏയ് പോടാ. അമ്പാടാ. ഡോയ് നീ പോലെ. അല്ല, എനിക്ക് പുറത്ത് കിടന്ന ശീലം. പുറത്ത് കിടന്ന ശീലം. പങ്കെടുക്കറ നടാ പൊടി. ഇന്നലെ എല്ലാം നോക്കിക്കോളാന്ന് പറഞ്ഞ ആളാ, ഇപ്പൊ കിടക്കണ കിടപ്പ് നോക്കി. ഇവന് നീ എന്താ ഏട്ടാ? ഒന്നുമില്ല, പോണ്ടേ? പോണം. ഇയാൾ എപ്പോഴും വണ്ടിയും ചേർന്നിപ്പാണല്ലോ. അതിനെന്താ, ചായ കുടിക്കുമല്ലേ? കുടിക്കട്ടെന്ന്. ഇങ്ങനെ നമുക്കൊരു ചായ കുടിച്ചാലോ? ആരാത്? ഒന്നേ, ആരെ കാല്? പരിചയമുള്ള മുണ്ടാണല്ലോ. എന്താ സുഖമായിട്ട് ഉറങ്ങിയോ? ആശി വേട്ടാ നീ എന്ത് ഇവിടെ കിടക്കണേ? വിടമാട്ടെ, വിടമാട്ടെ, നിന്നെ കൊല്ലിടുമേ കള്ള പാണ്ടി. ഇവനെന്താ ഭ്രാന്തായ? എന്താടാ? എഴുന്നേക്കടാ, എഴുന്നേക്കടാ. എന്താ? എനിക്ക് അകത്ത് കിടന്നിട്ട് ഉറക്കം വന്നില്ലടാ. അയാളങ്ങനെ ആ കൊച്ചിനെ. പതിയെ പറയടാ പൊട്ട. അവൻ എന്നെ പേടിയായി കിടന്നതാണ്. ആമാ ശരി, റെഡിയാ പോല. ഇവനെ ഇങ്ങോട്ട് വള പൊട്ട. പോറതെ പാറ് അവൻ വേറെ. யோ மாதவட்டா, உச்சிக்குள்ள சாப்பாடு பார்சல் பண்ணு. പെർഫെക്റ്റ്, ഓക്കെ. அது வேற. വീടല്ലടാ. എടാ നോക്കി രമേശ് ചേട്ടാ, വീടല്ലേ? എനിക്ക് കുറേച്ച പേടിയുണ്ട്. എനിക്ക് നല്ലോണം പേടിയുണ്ട്. ഞാൻ കാണിക്കണ്ട. പിന്നെ റബ്ബർ എസ്റ്റേറ്റ് കണ്ടല്ലോ പേടിക്കുന്നത്.
இந்தா குஞ்சுண்டி இந்த பேடிண்டா இங்க வா. உனக்கு தெரியுமா 4 உள்ள முன்னாடி இந்த மாதிரியே தான் பொருள் கொடுக்க 4 பேரோட காட்டுக்கு போனோம். ஆனா எல்லாரும் சத்துட்டாங்க. അതെന്താ? டேய், இந்த காட்டுல எல்லாம் பேய் இருக்குண்டா. ഏയ് നിങ്ങൾ റിസ്ക് ഇല്ലാതെ അപ്പുറത്ത് എത്തിക്കാമെന്ന് പറഞ്ഞോണ്ടല്ലേ ഞങ്ങൾ പറയണ പൈസ തരണേ. டேய் பொட்டாசுங்களா, சும்மா விளையாட்டுக்கு சொன்னேன்டா. ശിവേട്ട ചേട്ടനുള്ളതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത്. ஆமாண்டா, இந்த உலகத்துல என்ன நம்பி வந்த பொட்டங்க திங்க மட்டும்தான். എന്നല്ലേട്ടോ നിങ്ങളാണ്. போட போட புண்ணாக்கு போட மதப்பு கணக்கு போட போட புண்ணாக்கு போடாத தப்பு கணக்கு. ഇയാൾ ചതിക്കോ ദൈവമേ. ഞാൻ പറഞ്ഞില്ല ഇയാളുടെ സ്വഭാവം മാറുന്നു. മുള്ളാടാ പാറയുടെ മുകളിൽ എത്തട്ടെ. രമേശ് ചേട്ടാ അതൊന്നും നോക്കണ്ട, അത് നിന്റെ വേറൊരു വേഷന. പാറയൊക്കെ പൊട്ടിച്ചുള്ള എന്റെ സമയം കഴിഞ്ഞടാ. അയ്യാ പാറ പൊട്ടിക്കേണ്ട ആദ്യം ഇതൊന്ന് പിടിക്ക്. എടാ സൂക്ഷിച്ചു പോണ കേട്ടോ. ഭൂമിയുടെ അറ്റത്താറായി. എവറസ്റ്റ് കയറിയവനെ സമ്മതിക്കണം. നിന്നെ കൊണ്ടുവന്ന ഞങ്ങളെ ചെകുത്താമാരൊന്ന് ഹെൽപ്പ് ചെയ്യടാ. എന്താ പറ്റിയേ? ഒന്നുമില്ല. എന്താ പറ്റി? എന്നാ വെള്ളം കുടിക്ക്. അതാ ഇത്തിരി വെള്ളം തന്നെ. അല്ല എന്താ പറ്റിയേ? ചേട്ടന് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ലടാ. ഇത്തിരി വെള്ളം കുടി. മാതാവേ കുഴപ്പമില്ല ചേട്ടാ. ഇയാള് താൻ എന്തീ കാണിക്കണേ? ഇയാളെ കൊണ്ട് തോറ്റല്ലോ. ஹே குஞ்சுண்டி பயந்துட்டியா? என்னடா சும்மா விளையாட்டுறா. താൻ അങ്ങനെ ഇപ്പൊ വിളയാടണ്ട. என்னடா காட்டி வந்தப்ப பேடி எல்லாம் போச்சா? தான் மணியத்தை சொல்ற കുഞ്ചുണ്ടി? ശിവേട്ട ഈ കാട്ടിൽ കിടന്ന് വേറെ പ്രശ്നം ഉണ്ടാക്കില്ലേ? അവനറിയാതെ പറഞ്ഞ വിട്ടുകള. டேய், காடும் நாடும் எல்லாம் சிவன் ஒரு போல, யாரும் மறக்க வேண்டாம். பொருளா 50 லட்சம் மிஸ் ஆகக்கூடாதுல. അത് മാത്രം അയാൾക്ക് ഭയങ്കര ഓർമ്മയാ. തുപ്പലാണ്ടി തമിഴൻ. என்னடா குஞ்சுண்டி தமிழனா? ശിവേട്ട നല്ല സ്ട്രോങ് ആന്നാ പറഞ്ഞേ അല്ലേ? வாங்கடா எல்லாம்.
അവനെ പിടിക്കും. ഞാനിത് എടുത്തോളാം. വാടാ പിടിയടാ. നിന്നെ കണ്ട അന്ന് തുടങ്ങിയ ജോലിയാ. അയ്യ. ഒന്ന് പിടിച്ചടാ. ആ കൊതുകും കടിക്കുന്നു. ഇവിടെ കാണാൻ എൻ്റെ അമ്മായിയുടെ വീടുണ്ടായിരുന്നു, ഒന്ന് കയറിയിട്ട് പോകായിരുന്നു. അയ്യോ തളമേ, അയ്യോ പാണ്ടിക്ക് ഒരു തളർച്ചേ ഇല്ല. നടക്ക്, അല്ലെങ്കിൽ ഈ അണ്ണന്മാർക്ക് നല്ല പവർ കേട്ടോ. നടക്ക്. അയ്യോ വീണ്ടും ബില്ലായോ? ഈ ഭൂമി മുഴുവനും റബ്ബർ നട്ട് വെച്ചേക്കുവാ. ഇയാളിത് എന്ത് പൊക്കെ പോണ? അയ്യ ഒന്ന് തൊള്ളടാ. ഒന്ന് പിടിച്ചു കൊടുക്കടാ. നടക്ക് നടക്ക്. അയ്യ വേമാടാ. അയ്യേ ഈ തമിഴിന് ഇവിടെ എല്ലാം തൂപ്പി നശിപ്പിച്ചു. വേറെ എങ്കടാ വായല തൂപ്പത്? ശിവേട്ടാ വിട്ട് കളച്ചോട്ടാ, ആ ഒരു തമാശ പറഞ്ഞല്ലേ. തപ്പ് ദേഹത്ത് കൈവയ്ക്ക കൂടാതെ. താൻ കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട്. തനിക്ക് എന്തിന്റെ കേടാ? നിനക്കറിയണോ? തെരയണമാടാ? ശിവേട്ടാ ശിവേട്ടാ വിട്, നമുക്ക് അവിടെ എത്തിപ്പെടാൻ നോക്കാം. വേണ്ട ശിവേട്ടാ. ഇയാൾക്ക് എന്തോ പ്ലാൻ ഉണ്ട്. അമ്മണ്ട പ്ലാൻ താണ്ടാ പ്ലാൻ. വാങ്ങടോ വാങ്ങ തറ. വിട്, നമുക്ക് അവിടെ എത്തിപ്പെടാം. விடுறா விடுறா உங்களுக்கெல்லாம் வச்சுக்கிறேன்டா ஆப்பு. வாங்கடா வைக்கிறேன்டா ஆப்பு. வாங்க வாங்க வா. போட்ட பசங்க போடுற போக்கு. ഗതികേട് കൊണ്ടല്ലേ ചേട്ടാ ഇയാളെ കൂടെ കൂട്ടിയത്. നീ പേടിക്കണ്ട, നമ്മുടെ ഇന്ന് ഷെയർ കൊണ്ടുപോകാൻ അവനുണ്ടാകത്തില്ല. ഏത് കഷ്ടകാലം നേരത്തെ അവൻ ഇങ്ങോട്ട് വരാൻ തോന്നിയത്. നിങ്ങളത് വേഗം വന്നേ. വാ പോവാ. താനന താനാരോ താനന താനാരോ താനന താനാരോ തെയ്യം തെയ്യം താനന താനാരോ തെയ്യം തെയ്യം. താനന താനാരോ തെയ്യം തെയ്യം താനന താനാരോ തെയ്യം തെയ്യം. காட்டி கொடுக்குறேன். கத்தியும் எப்படி மூட்டை கட்டுற பாரு.
കുഴപ്പമില്ല കേട്ടോ. ഏയ് ചോനെ ഇങ്ങ് വാ. രമേശ എടാ ബാഗിൽ ഗുളിയുണ്ട്. വെള്ളത്തെ നീ ഗുളി കഴുകി എടാ വേഗം എടുക്കാൻ. എന്നാ വെള്ളം കുടിക്ക്. പെയിനുണ്ടാ? ഡേയ് സാപ്പാടുറാ. ചോനെ ഇനി എത്ര ദൂരം കൊണ്ടുണ്ട്? നാളെ ഉച്ചയാവും. എന്റെ മാതാവേ, എടാ നിന്നെ കൊണ്ട് പറ്റൂടാ. കുഴപ്പമില്ലടാ. എന്നടാ മരുന്നെല്ലാം സാപ്പിടുറ? അവന് ഹാർട്ടിന് ചെറിയ പ്രശ്നമുണ്ട്, അതാ. ചേട്ടാ ഞാൻ കാരണം ചേട്ടനൊരു ബുദ്ധിമുട്ടായല്ലേ? എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ലടാ. അവൻ വെറുതെ പറഞ്ഞ. ഇല്ലടാ, ഇവനും കൂടി വേണ്ടിട്ടാ ഞങ്ങൾ ഈ പണിക്കിറങ്ങിയത്. ആ ஆமா ஆமா. டேய் உடம்பு சரியில்லைன்னு என்ன மொய்த்த புறங்கிறதுக்கா வந்த? இங்க ஏதாச்சும் கிடந்து சத்தா உன் அப்பாவா பணத்தை தூக்குறது? താനെന്ത് മനുഷ്യനാ? നീ ഒന്നും ഉണ്ടായിരുന്നേ ശിവേട്ടാ. ഇത്ര പെട്ടെന്നൊന്നും ദൈവം എന്നെ വിളിക്കൂല. இது மருதம் பாரு எங்கடா கொடுக்கணும்? ശിവൻ അതൊക്കെ അവിടെ തുമ്പിക്കും പറയാം. ஏண்டா நான் தனியா போனாலும் பைசா கிடைக்குமோ? சும்மா ஜோக்குக்கு சொன்னேன்டா. അയാളുടെ ഒരു ജോക്ക്. നമ്മൾ പെട്ടൂന്നാ തോന്നുന്നേ. നീ ഒന്നും ഉണ്ടായിരുന്നേ. കുഞ്ഞുണ്ണി പറഞ്ഞത് ശരിയാടാ, അയാളെ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്ത് പ്ലാൻ? ശരിയടാ, അയാളുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട്. അത് ശരിയാ. നമുക്ക് എന്തെങ്കിലും ചെയ്യണം. എന്ത് ചെയ്യാൻ? കൊല്ലണം. കൊല്ലേ? അല്ലാതെ വേറെ വഴിയില്ല. വഴി കാണിക്കാൻ ചോനുണ്ടല്ലോ. ഈ കാട്ടിൽ വെച്ച് നമ്മൾ അയാൾ എന്ത് ചെയ്യും? 10 ആൾക്കാർ വന്നാൽ അയാൾ ഒറ്റയ്ക്ക് തീർക്കും. ഞാൻ കണ്ടിട്ടുള്ളതാ. നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ അറിയാതെ വേണം ചെയ്യാൻ. അയാൾ അങ്ങനെ അറിഞ്ഞാൽ ബ്രോ, ഒരു വഴിയുണ്ട്. എന്ത് വഴിയാടാ? ആള് ചാവുന്നില്ല. സംഗതി വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ ആളെ കൊണ്ടല്ല ശല്യം തീർന്നു കിട്ടും. എന്ത് വഴിയാ? ഒരു കുഞ്ഞു ബോംബുണ്ട്. അല്ലോ ബോംബാ. അയാള് കേക്കണ്ട. ഡാ, ഈ കാട്ടിലോട്ട് വന്നപ്പോ നീ എന്തിനാടാ ബോംബ് കൊണ്ടുവന്നത്? അല്ല ബ്രോ, കാട്ടിലേക്കല്ല വരണെന്ന് പറഞ്ഞ് ഒരു സേഫ്റ്റിക്ക്. സേഫ്റ്റിക്ക് അന്ന് വീട്ടിൽ ഇരുന്നാ പോരെ. അതെ, വല്ല വന്യജീവിനെ ബോംബ് വെച്ച് ഫോറസ്റ്റുകാർ പിടിച്ച് അകത്തെടുത്തതിനെക്കാളും നല്ലത് നീ ഇവിടെ കിടന്ന് ചാവുന്നാ നല്ലത്. അവന്റെ ഒരു ബോംബ് നീ ഉണ്ടായിരുന്നേ. സംഭവം വർക്കൗട്ടാവോ? സംഭവം ഒക്കെയാണ്, ഞാൻ പരീക്ഷിച്ചിട്ടുള്ള. ഇതെങ്ങനെ ചവിട്ടി കഴിഞ്ഞാ കാല് പൊട്ടിത്തെറിക്കും. ആ അത് മതി, ചാവണ്ട, ശല്യം ഒഴിഞ്ഞാ മതി. വാ ഇറങ്ങ. നീ ഇതുകൊണ്ട് അയാളുടെ ചെരുപ്പിന്റെ അടിയിൽ വെക്കേ. പോ. ശിവനെ പൊട്ടല്ലേ, ശിവനെ പൊട്ടല്ലേ. അല്ല വേണ്ട, ഈ ശിവൻ പൊട്ടിത്തെറിക്കണേ.
ஏய் சோனே வா. என்ன சொன்ன போலாமா? പോകാം. சொன்ன ரொம்ப நேரம் ஆச்சு. இருட்ட போகுதில்ல. இந்த சிவனோட தாண்டவத்துக்கு டைம் ஆக போகுது. வாடா. പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖെയ്നി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. വാടാ. നിന്റെ കൂപ്പിലൊരു സീരിയല് ബുദ്ധി. നടക്കണങ്ങട്ട്. ഏയ് വിളയാട്ടടാ. ശിവേട്ട തമാശ കളിക്കാൻ പറ്റിയ സമയമല്ല ശിവേട്ടത്. പെട്ടെ ശിവേട്ട തമാശ കളിക്കല്ലേ. നമ്മൾ ഇയാൾക്ക് പണി കൊടുക്കാൻ നോക്കുമ്പോൾ ഇയാളെ നമുക്ക് പണി തരുന്ന ലക്ഷണമാണ്. ഉറപ്പായിട്ട് ഇയാളെ നമ്മളെ വഴിതെറ്റിക്കും. നോക്കി പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ പേടിക്കണ്ട, എൻ്റെ ഒരു സാധനം ഉണ്ട്. എന്ത് സാധനം? അത് ഉപയോഗിച്ച് ഞാൻ വഴിതെറ്റില്ല. ഇത് GPS വാച്ചാ. ഇത് കെട്ടിക്കഴിഞ്ഞാൽ ഒരു നിലയ്ക്ക് വഴിതെറ്റില്ല. ആഹാ. വാച്ച് ഒന്നുകൂടെ കളറാ இருக்க. ചുമപ്പിയാ. வச்சுக்கிறேன். വെച്ചോ വെച്ചോ, വഴി തെറ്റില്ല. நட ஆச்சு போட்டு கேம் ஆடிட்டு இருக்கேன். ഇത് പൊട്ടിത്തെറിക്കോടാ.
എൻ്റെ തലവേദനിക്കുന്നേ. ഇതെങ്ങോട്ടേക്ക് കൊണ്ടുപോണേ? വേഗം നടക്ക്. ഏയ് ചോണ തണ്ണി കൊടുറാ. ശിവേട്ടാ, നാളെ ഉച്ചയാകുമെങ്കിലും നമ്മളോട് എത്തൂ. ചോനെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോടാ? എൻ്റെ ഒരു സാധനം ഉണ്ട്. ബോംബാന്നോടാ? ഒന്നും ഉണ്ടായിരിക്കണം. അല്ല, അമ്മച്ചി കുറച്ച് പഴം തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അല്ല ശിവേട്ടാ, ഈ സാധനം കൊണ്ടൊന്ന് അവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റോഡ് വഴി തിരിച്ചു വരാൻ പറ്റില്ലേ? டேய் முன்னாடி எத்தனை வழியை பாரு, அப்புறம் தானே. അതെന്താ ശിവട്ടപ്പ അങ്ങനെ? എങ്ങനെ? Safe ആയിട്ട് എത്തിച്ചാ 50-50 എന്നല്ലേ പറഞ്ഞ? നിങ്ങൾ അങ്ങോട്ട് പോണേ? അവൻ്റെയൊക്കെ അമ്മേനെ കെട്ടിക്കാൻ. அம்மாண்டா எப்படியே தாண்டா அந்த 5 பேரும் சத்த கதை சொல்லலையா? இந்த இடம் தான் வைக்கிறான்டா உங்களுக்கு. எப்படி தப்பிக்கிற வழியை பாரு. டேய் வாடா, டேய் போடா. നീ ഇങ്ങോട്ട് വന്നേ. വെറുതെ കണ്ടു പ്രശ്നം ഉണ്ടാക്കല്ലേ. പോ. തേത്തോട്ട് വരുന്നില്ല. കൊല്ലണ പന്നിനെ. അല്ല, ഇവിടെ വല്ല പാമ്പുണ്ടാവും. എടാ, ചോനറിയാവുന്ന സ്ഥലല്ലേ, പാമ്പൊന്നും ഉണ്ടാവില്ല. നിനക്കപ്പോ സമാധാനമില്ലേ രമേശ? വേണ്ടാത്ത വയ്യാവലിക്ക് എടുത്ത് തലയിൽ വെച്ചപ്പോ പറ്റിപ്പോയി. എന്ത് ചെയ്യാനടാ? ഡാ, നീ എന്തിനാ അയാളുടെ മേത്തേക്ക് കയറാൻ പോയത്? അയാൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ? നീ കേട്ടതല്ലേ? അവൻ നമ്മളെയൊക്കെ അമ്മയ്ക്കാ പറഞ്ഞത്. പന്നി. അതൊക്കെ പോട്ടെ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. അയാളെ നിങ്ങൾക്ക് അറിയില്ല. അയാള് പരമ ചറ്റയാ. പിന്നെ തല്ല് കിട്ടിയത് എനിക്കാണല്ലോ. അത് വിട്. അയാൾ ഇന്ന് രാത്രി എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. 5 പേര് മരിച്ച കഥ നമ്മളോട് പറഞ്ഞില്ലേ? ആ വയ്യാവിലെടുത്ത് ഞാൻ തലയിൽ വെക്കുകയും ചെയ്ത്. നീ അത് വിട്. എന്തായാലും നമ്മളൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. അതല്ലേ ഏട്ടാ, കുഞ്ഞുണ്ണിയും ക്രിസ്റ്റി അവരവിടെ ഒറ്റയ്ക്കല്ലേ? ശരിയാണല്ലോ. നമുക്കങ്ങോട്ട് പോലോ. വേമ്പ. നിൽക്കുന്നുണ്ടല്ലോ വടിയും പിടിച്ച്. എന്താടാ? അവനെവിടെയാടാ? വേണ്ടായിരുന്നു. ഓ പിന്നെ പരിപാടി. നീ ടെൻഷൻ അടിക്കാതെ, നമ്മുടെ ഈ പ്ലാൻ ഉണ്ടടാ. തൻ്റെ പ്ലാനല്ലേ? ഡാ, ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഇതുവരെ ഒന്നും ചീറ്റിപ്പോയിട്ടില്ല. മനസ്സിലായോ? ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. അല്ലാതെ നിന്റെ ബോംബ് പോലത്തെ പ്ലാനല്ല. ഡാ, അയാൾ ഇവിടെ ഇല്ല. എന്തോ ഒപ്പിക്കാൻ വേണ്ടി പോയിട്ടുള്ള. എന്തായാലും നമ്മളൊന്ന് കരുതിയിരിക്കുന്നതല്ല. അയാളുടെ പ്ലാന് ഞാൻ പൊളിക്കും. ഇന്ന് ഉറങ്ങണ്ട നമുക്ക്. ഞാൻ ഉറങ്ങും. தூங்குறத பாரு பண்ணீங்க. டேய் தூங்கலையா? டேய் நான் பேச்சுக்கு சொன்னேன்டா. பொட்ட பசங்க அப்படி சொன்னாதான் நீங்க தூங்காம இருக்கும். எனக்கு நிம்மதியா தூங்கலாம்ல. சரி சரி, வா போலாம்.
വാ എഴുതേക്ക്. ഡേയ് എന്നടാ അത് അത് ശിവേട്ട ഇത് ശിവേട്ട അല്ല ശിവേട്ടാ, ഇതാണ്ടാവും വിഗ്രഹം അല്ല ഞാനൊന്ന് ആമാടാ നീ പെസക്കൂടാ തപ്പ് പെസ് അത് ഈ കുട്ടിയെ എവിടെ എത്തിച്ചാലേ 5 ലക്ഷം കിട്ടുക. ആമല്ല കുട്ടിയ പിസാസ എനക്ക് പൈസ താൻ വേണോ? അത് കിട്ടും. എதை കിട്ടും പൈസ அந்த 50-50யா அங்கிருந்து இங்க வர ஆப்பு வச்சு கொண்டதில்ல எனக்கு 80% வேணும். താനൊന്ന് പോടോ, അതൊന്നും നടക്കില്ല. ശിവേട്ട ഞങ്ങൾ ആകെ ഭയങ്കര പ്രശ്നത്തിലാ. டேய் உன் பிரச்சனையில யாருக்கு தெரியணும் போடா. ശിവേട്ടാ, ഈ പൈസ കിട്ടിയിട്ടുണ്ട് ഇവർക്കൊന്ന് രക്ഷപ്പെടാനായിട്ട്. ஆமால்ல ഞാൻ പൈസ മോഹിച്ചു വന്നാണെന്ന്, എനിക്ക് പൈസയും വേണ്ട. ദേ ഇവന്റെ ഓപ്പറേഷന് പൈസ കിട്ടുന്നു വെച്ച് വന്നാ. இவையெல்லாம் ஆபரேட் பண்ணி என்ன பண்ண போற? என்ன கழிக்க போற? இவ யாரு அப்துல் கலாமா? டேய் முடியுமா முடியாதா சொல்றா. ശിവേട്ട വേണ്ട, വിടാൻ വിടറവനെ, എടാ വിടോ, വിടാൻ തന്നോട് എത്ര തവണ പറഞ്ഞതാ, മനസാക്ഷിയില്ലാത്ത താനൊന്നിനെ ജീവിച്ചിരിക്കണ്ട. സ്റ്റോനെ ഓടാ തപ്പ് പണിട്ടണ്ടാ, തപ്പ് അടിക്കണവനെ. അവനെ അടിക്കാനുള്ള അവകാശം എനിക്കാ. കൊല്ലുവിടാ. അവർ രക്ഷപ്പെട്ടൂടാ. എവിടെ അവന്റെ കത്തി? നീ കൊച്ചിനെ പിടിക്ക്, വേഗം ഇവിടുന്ന് പോവാം. ചത്തൂന്നാ തോന്നുന്നേ. കിടന്ന് ചാവട്ടണം. കൊച്ചിനെ പിടി. ചെരുപ്പം പോയി, കോപ്പം. അയാളെ കൊണ്ടല്ലേ ശല്യം തീർന്നു. നോക്കി നടക്ക. എത്താറായില്ലേ? ഇപ്പൊ നമ്മളിവിടെ ചോനുമില്ല, വഴി തെറ്റിയ പണി പാളൂട്ടാ. അത് നിങ്ങൾ പേടിക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. ഏകദേശം ഇപ്പൊ അമ്മാര് പറഞ്ഞ സ്ഥലം എത്താറായി. മോളെ കരയില്ലേട്ടാ, കരയില്ലേ, കരയില്ലേ മോളെ, കരയില്ലേട്ടാ. നീ വന്നേ, നീ വന്നേ. കരയില്ലേട്ടോ മോള്, കരയോ? ഇങ്ങോട്ട് നോക്കി. കരയല്ലേ? 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 കരയരുന്ന് പറഞ്ഞില്ലേ? കരയല്ലേ? കരയരുന്ന് പറഞ്ഞില്ലേ? പറഞ്ഞാ കേട്ടില്ലെങ്കിൽ പിന്നെന്താ ചെയ്യാ? കൊച്ചു
പറഞ്ഞാ കേട്ടോണം. കൊച്ചിനെ തല്ലുന്നോ? എന്നെയാ എന്നെയാ എന്നാണ് അതിന്റെയൊക്കെ ശല്യം തീർന്നേ? ഒന്ന് കഴിഞ്ഞ മറ്റൊന്ന് എത്ര നേരമാണ് നിന്നൊക്കെ സഹിക്കുന്നത്? മനുഷ്യരെ പ്രാന്ത് പിടിപ്പിക്കാൻ കിടക്കണം. മതിയായടാ. എങ്ങോട്ട് പോണം? നീയൊക്കെ എന്താ വിചാരിച്ചേ? ഇത് അവന്റെ പ്ലാനാണ്, ഇത് എന്റെ പ്ലാനാടാ. അവനെ ഒഴിവാക്കേണ്ടതേ എന്റെ ആവശ്യമായിരുന്നു, നിങ്ങളെ ഒഴിവാക്കാൻ. അതിനെനിക്ക് വലിയ പാടൊന്നും. നീ ഞങ്ങളെ ചതിക്കരുതല്ലോ ചെറ്റ്. എന്നെ നോക്കണ്ടടാ, നിങ്ങൾ പൊക്കോ. കിടന്ന് പൊളയ്ക്കാടാ. നിനക്ക് ദൈവം തരുടാ. അവന്റെ അമ്മയുടെ ഒരു GPS കോപ്പും. നടക്കാൻ ആ പാവത്തിന് കൊണ്ട് കൊണ്ടാടാ. അവരിത് ഷെയർ ഒന്നും കൊടുക്കണ്ട, ഞങ്ങളുടെ ഷെയർ കൂടി നീ എടുത്തു. അവരെ കൊണ്ടാടാ. ഷെയറോ? നീയൊക്കെ മണ്ടന്മാരാണ്. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടെതാകും പൈങ്കിളിയെ, നമ്മൾ കൊയ്യും വയലെല്ലാം. ചെക്കനെന്തേ? ആ എനിക്കെങ്ങനെ അറിയാം? ദേ ഇന്നലെ അവൻ വന്നിട്ടില്ല. സുഖമില്ലാത്ത ചെക്കനാ, പറഞ്ഞേക്കാം. അതിന് നീ എന്തിനാ എന്നോട് ചൂടാകുന്നത്? അവനിവിടെ ഇല്ലാതിരിക്കുന്നതാണല്ലോ നിനക്കിഷ്ടം. ഞാൻ ദേഷ്യപ്പെടുന്ന അവനോടുള്ള ഇഷ്ടം കൊണ്ടാ. തന്തയ്ക്കും മക്കൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. വേഗം പോയി നോക്കിക്കോ. ചെക്കൻ എന്തേലും പറ്റിയ കാണിച്ചു തരാം ഞാൻ. ഇത് നല്ല കൂത്ത്. നല്ലത് വന്നാലും ചീത്ത വന്നാലും എന്റെ തലയ്ക്കാ. ഈ ചെറുക്കൻ ഇത് എവിടെ പോയി കിടക്കുക? മോളെ എന്നാ ഫോൺ ഓഫ് ചെയ്തിരിക്കുകയാണല്ലോ. ഇവന്മാരൊക്കെ ഇത് എവിടെ പോയിരിക്കുക? സാരയില്ല മോളെ, മോള് വിഷമിക്കണ്ട. അച്ഛൻ പോയി അവൻ എവിടെയാ പോയിരിക്കുന്നത് നോക്കിയേച്ചു വരാം. തണുക്കണ ചൂടാക്കി തരാ ഞാൻ. നീ എന്താ ചെയ്യണെന്ന് നിനക്ക് അറിയില്ല. വേദോപദേശം നടത്താൻ നീ ആരാ? യേശു ക്രിസ്തുവാ. കാട്ടില് വേദോപദേശം വേണ്ട. കേട്ടോ? കേൾക്കുന്നുണ്ടോ? മൃഗത്തിന് ഉപദേശിച്ചിട്ടൊരു കാര്യമില്ല. പക്ഷെ എത്ര വലിയ കാടാണെങ്കിലും എത്ര വലിയ മൃഗമാണെങ്കിലും ഒരു കണി ഉണ്ടാവും. അത് നീ മനസ്സിലാക്കിയ നന്ന്. ഓ വരവ് വെച്ചേക്കുന്നു. നീ ആ പാവം ക്രിസ്റ്റിയോട് കാണിച്ചതിന് കണക്ക് പറയേണ്ടി വരുവടാ. നടക്കണം. മോള് പേടിക്കണ്ടേട്ടാ.
Mata! നടക്കണങ്ങട്ട്. ജാബറേ, ജാബറേ, ആഹാ, എന്താണ് ബോസ് ഇന്ന് ആളധികം ഉണ്ടല്ലോ? ഇവരാണ് എന്നെ ഇതുവരെ എത്താൻ സഹായിച്ച എന്റെ ചങ്ക് കൂട്ടുകാരൻ. എന്താ ചങ്കുകൾക്കൊക്കെ ഇത്ര ക്ഷീണം? അതെന്താന്നറിയോ, വരുന്ന വഴിക്ക് 2 എണ്ണം തീർന്നു. അതിന്റെ വിഷമത്തിലാ. അല്ലടാ, എന്തായാലും ഇവന്മാരെ കൊണ്ടുള്ള ആവശ്യം എങ്ങനെയാ മോളു പിടിക്കടാ മക്കളെ. അവനെ തല്ലല്ലടാ, അവന് സുഖമില്ലാത്ത. പിള്ളേരെ, അവര് ഹാർട്ട് പേഷ്യന്റാ. ഇടിച്ച് പൊളിക്കാവുന്ന നെഞ്ച്. സാധനം സേഫ് അല്ലേ? പിന്നല്ലാതെ. $2 കോടി മുതലാ. റോഡ് മുഴുവൻ ചെക്കിങ്ങാ. അതാണ് ഈ മണ്ടന്മാരെയും കൊണ്ട് ഈ വഴിക്ക് വന്നത്. നൈസ് സാധനമാ. അപ്പ കൊച്ചോ? അത് സേട്ടുവിനുള്ള എൻ്റെ ഒരു സമ്മാനമാണ്. അതൊരു ഓർഫനേജിലെ കൊച്ചാ. ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലെന്നേ. നിന്റെ അടുത്തോട്ടൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെയാടാ ഞാൻ വന്നത്. കുറച്ച് കാശെന്ന് കേട്ടപ്പോ എല്ലാം കൂടെ എനിക്ക് ചാടി വീണ് പൊട്ടന്മാര്. കരയുന്നോ? പിന്നെ ഈ കൊച്ച് ആരൊരു ഇല്ലാത്തവർക്ക് ആര് വരാനാടാ? யாரும் இல்லாதவருக்கும் யாராச்சும் வேணும்ல.
ക്രിസ്റ്റി ചേട്ടാ ശിവേട്ടാ டேய் போடா உனக்கெல்லாம் அப்புறம் பாப்பா வெயிட்டிங்ல டேய் பரம்போக்கு நீ என்ன பெரிய பறிப்பா மூட்டைக்குள்ள கொழுந்தது எனக்கு அப்பவே தெரிஞ்சுதுடா டேய் வாடா டேய் போடா നിങ്ങോട്ട് വന്നേ വെറുതെ കണ്ട് ഇല്ല ശിവേട്ടാ എന്താടാ സാക്കില് ഒന്നുമില്ല ശിവേട്ടാ മാറാ പ്രശ്നം ഉണ്ടാക്കല് ശിവണ്ണ ശിവണ്ണ പ്രശ്നം ഉണ്ടാക്കല് ശിവണ്ണ ഡേയ് മാറ് ശിവണ്ണ വേണ്ട വേണ്ട ശിവണ്ണ ഡേയ് ഡേയ് എഴുന്നേറ്റ് എഴുന്നേറ്റ് ശിവണ്ണ വേണ്ട ശിവണ്ണ ഡേയ് അയ്യോ ശിവണ്ണ മാറാ. വേണ്ട ശിവണ്ണ ശിവണ്ണ വേണ്ട ശിവണ്ണ വേണ്ട വേണ്ട ശിവണ്ണ അയ്യോ ശിവണ്ണ വേണ്ട ശിവണ്ണ അയ്യോ ഡേയ് ശിവണ്ണ ഏതാടാ കൊളുന്ത ഈ കുട്ടി അവിടെ എത്തിച്ചാലേ നമുക്ക് പൈസ കിട്ടുള്ളൂ അവൻ പറഞ്ഞേ ശരി ശിവേട്ടാ ഇത് ശരിയാ ഡേയ് പച്ച കൊളുന്തടാ മാതാവേ കഞ്ചാവ് കൃഷി ഒറ്റക്കൊടുത്ത ആളിന്റെ മോളാണെന്നാ ശിവട്ടാ പറഞ്ഞേ ഡേയ് 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 പുറമ്പോക്ക് അയ്യോ இங்க இருந்து சத்தா யார் பொறுப்பு டேய் தண்ணி கொடுறா ஏய் பாப்பா കുടി കുടി മോളെ ஏய் 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 മോളെ 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 ഏത് ഞാൻ മദറിന്റെ മോള. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടിയാന്ന് തോന്നുന്നു മദറിനെ കാണണമെന്ന് പറയുന്നു பெரிய டிரான்ஸ்லேட்டர் வந்திருக்கா മോളെ മോളെ யார മോള് புரியுதா ഞാൻ ഓർഫനേജിലെ മദറിന്റെ മോള. டேய் ஓஃபண்டா ஓஃபண்டா டேய் என்னடா பண்ணிட்ட അറിയില്ല ശിവേട്ടാ இது இந்த புறம்போக்கோட வேலை இப்பதான் புரியுது கேம் டேய் എനിക്കൊന്നും അറിയില്ല ശിവേട്ടാ இத பாரு
நான் சொன்னபடியே செய்யணும். சரி சிவேட்டா. நான் പറയുന്ന പോലെ കേൾക്കണം. புரியுதா? ഏയ് മോളെ, മോളെയും இந்த അങ്കിളുമാരെയും ഒരു കള്ളനിങ്ക തട്ടിക്കൊണ്ടു വന്നതാണ് കാട്ടുക്ക്. തട്ടിക്കൊണ്ട് മോള് മാമൻ சொல்றபடி செய்யுமா? புரியுதா? மாமன் പറയുന്ന പോലെ കേൾക്കുമോ? ആമാ. டேய் ஜோன, இங்க வாடா. பாடா. அவரு വരുന്നുണ്ട്. டேய் மூட்டை கட்டுறா, மூட்டை கட்டுறா, மூட்டை கட்டுறா, மூட்டை கட்டுறா. മോളെ പേടിക്കണ്ടാട്ടോ. മാമൻ சொல்றபடியே செய்யணும். മോളെ ശിവേട്ടൻ രക്ഷിക്കാന്നാ പറഞ്ഞേ. ஜோனே பாரு பாரு. டேய் டேய் டேய், எப்படியோ அப்படித்தான் உட்காரணும். புரியுதா? எப்படியோ அப்படியே மரக்கரையும் சேர்த்து வைடா. எனக்கு கொஞ்சம் வேலை இருக்கு. டேய், நான் உன் பின்னாடி தாண்டா இருந்தேன். எனக்கு முன்னாடியே தெரிஞ்சது உன் பிளான். அது பொழுக்கி தாண்டா இப்படி எல்லாம் பண்ணிட்டு இருந்த. 80-20 விளையாட்டு நேத்து ஞாபகம் இருக்கா? ஒற்றக்கலை. டே டே, ஒருத்தனை அடிச்சு போட்டேன்னா அவன் உசிர் இருக்கா இல்லையா அதாச்சும் பார்த்துட்டு போடா. அது கூட பார்க்காத நீ எல்லாம் ஒரு குண்டை. ஜோனே, துணிடுறா. டேய் டேய் கொடு. கடிச்சு போடுறா, கடிச்சு போடுறா. டேய் புடுறா. டேய், இதெல்லாம் வர்றதுக்கு முன்னாடி யோசிக்கணும். ஜோனே, சரி பண்ணி எடுத்து வா. தப்பாரு, நீ எல்லாம் டாய் சாப்பிடல. அப்ப தொடங்கியது இந்த வேலை சிவா. அதனால ஸ்கெட்ச் எல்லாம் போட்டா ரொம்ப முன்னாடியே தெரிஞ்சிடும். டே டே டே, என்னடா இப்படி? நீ ரொம்ப தப்பு பண்ணிட்டா. ஏன் தெரியுமா? நீ அந்த அநாத குழந்தையே கை வச்சிட்ட. அது பெரிய தப்பு. உனக்கெல்லாம் ஏற்படுற நண்பர்களையே கொல்ல பார்த்த உனக்கு எப்படி படா? ശിവേട്ടാ, എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. டேய், எப்படிரா உங்க மாதிரி வில்லங்க எல்லாம் சாக போறதுக்கு முன்னாடி இப்படி லாஸ்ட் டைலாகா இந்த டைலாகா பேசிட்டு இருக்க? சிவா, அப்படிதான் நல்ல தெம்பா நின்று சாவு. டேய் கொஞ்சம் டே,
அந்த ஹார்ட் பேஷண்ட் திருப்பி நிறுத்து. நெஞ்சு வெடிச்சு சத்தா 2 பொண்ணுமெல்லாம் இங்கிருந்து தூக்கி போக முடியாது. டேய், நீ சாக வேண்டியவன். ஏன்னா நீ செஞ்சது நம்பிக்கை துரோகம். டேய், പണത്തെ വേണമാ കുളന്ത വേണമാ? ശിവേട്ട, ഞങ്ങൾക്ക് കാശിന് ഒരുപാട് അത്യാവശ്യമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വേണ്ട. ഈ കൊച്ചിനെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിച്ചാൽ മതി. ശരിയാ, പൈസയെക്കാളും വലുത് ഈ കൊച്ചിന്റെ ജീവനാ. ഡേ 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 ഡേ, എനക്ക് ഇതാണ്ടാ മുഖ്യം. ഇത് വിത്ത് ഏതാச்சும் கிடைச்சா കമ്മീഷൻ വന്ന് വാങ്ങിക്ക. ശരിയാ? കമ്മീഷനും വേണ്ട, ഒന്നും വേണ്ട ശിവേട്ട. എങ്ങനെയാലും വീട്ടിൽ ചെന്ന് പറ്റിയാ മതി. മട നട ഓട്ട പസങ്ക. എടാ ചാനെ, നീ ഇല്ലെങ്കിലും ഞങ്ങൾ ഇനി നാട്ടിലെത്തൂടാ. അതെങ്ങനെയാ? അയാൾ തുപ്പയെ നോക്കി നടന്നാ പോരേടാ. നാക്കുഞ്ചണ്ടേ. അല്ല, ശിവേട്ടൻ സ്ട്രോങ് ആന്ന് പറഞ്ഞാ.